ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ SSLC സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ രീതിയിൽ നോക്കുമ്പോൾ, നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആണിന്ന്. അതായത് SSLC റിസൾട്ട് വരുവാണ്. അപ്പോൾ എനിക്കറിയാം, കാര്യം ഞാൻ കഴിഞ്ഞ വർഷം എൻ്റെ റിസൾട്ടിൻ്റെ ആ ഒരു വീഡിയോ ഇട്ട ടൈമിൽ എനിക്ക് അതിന് 2K 3K വ്യൂസ് എന്തായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു 2 മന്ത്സിനിടയിൽ അത് 32K സംതിങ് ആയി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതിൽ ഒരുപാട് പേര് വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടുമായിരിക്കും, അല്ലെ കിട്ടിയാൽ മതിയായിരുന്നു, പ്രാർത്ഥിക്കണേ, അങ്ങനെയൊക്കെ കുറേ കമൻസ് ഞാൻ കണ്ടു. അപ്പം എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഗൈസ്, എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം തന്നെയാണ്. എനിക്കും ഇങ്ങനെയായിരുന്നു. തലേ ദിവസം ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാനാണെങ്കിൽ പോലും ഫുഡ് പോലും നേരെ കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ എന്തിനാണ് ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊരു രീതി ഇപ്പം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ എത്ര നമ്മൾ ശ്രമിച്ചാലും നമ്മുടെ കയ്യിലല്ല അത്. നിങ്ങൾ എടുത്ത എഫേർട്ടിനുള്ള വാല്യൂ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഇതിൽ എക്സ്പെക്റ്റൊക്കെ ചെയ്തിരുന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് അല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും കംപ്ലീറ്റ്ലി ഡൗൺ ആവരുത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യാൻ പോകുന്നൊരു സംഭവമല്ല. ഇതൊരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചറുമായിട്ട് ഒരു ബന്ധവുമില്ല. ജസ്റ്റ് +1 അഡ്മിഷൻ, ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്കൂളിൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ട്രീമിൽ നിങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. അത് ഓക്കെയാണ്. പക്ഷേ അല്ലാതെ നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ഒരു രീതിയിലും ഹെൽപ്പാക്കാൻ പോകുന്നില്ല. കുറച്ച് അനുമോദനങ്ങൾ കിട്ടും, അതായത് കുറച്ച് ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ആ ഒരു മൊമെൻറ്റ് വീട്ടിൽ നല്ല ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് നല്ല ഹാപ്പി ആയിരിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇൻ കേസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് അല്ല കിട്ടിയെങ്കിൽ അതൊരിക്കലും ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ അത് നിങ്ങൾ സെൽഫായിട്ട് ഒരു വിഷമത്തിലേക്ക് തള്ളുന്ന രീതിയിലേക്ക് മാറരുത്. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. അത് ഭയങ്കര വലിയ ടേണിംഗ് പോയിൻ്റ് ഒന്നുമല്ല. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അറിയാം, ഇന്ന് വൈകിട്ട് ആ ഒരു റിസൾട്ട് വരുന്ന ടൈമിൽ നിങ്ങൾ എത്രത്തോളം വെയിറ്റിംഗ് ആയിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ഹാപ്പിനെസ് പോലെ നിങ്ങൾ ഡ്രീം ചെയ്തൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഇൻ കേസ് അങ്ങനെ വന്നില്ലെങ്കിൽ പോലും അതൊരിക്കലും നമ്മുടെ മിസ്റ്റേക്ക് അല്ല, നമ്മുടെ കുറ്റമല്ല. ഓക്കെ, നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്തല്ലോ, ഇറ്റ്സ് ഇനഫ്. അത് അങ്ങനെ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ സക്സസ്. അത് ഏതൊരു റിസൾട്ടിനേക്കാളും വലുതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ്.